ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പാനൂർ സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് CPM നേതാക്കൾ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല, കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല എന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഭയമാണെന്നും കാപട്യമാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും VD സതീശൻ. മുഖ്യമന്ത്രി നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ ന്യായീകരിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടിക്ക് പഴയ ചാക്കിന്റെ വില മാത്രമെന്നും സതീശൻ. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്ത് ED. ചോദ്യം ചെയ്യുന്നത് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ MP PK ബിജു എന്നിവരെ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI രജിസ്റ്റർ ചെയ്ത FIR-ൽ 21 പ്രതികൾ. 21-ാമനെ പ്രതി ചേർത്തിരിക്കുന്നത് പേര് പരാമർശിക്കാതെ. പ്രതിപട്ടിക ഇനിയും വലുതാകാൻ സാധ്യത. കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന മാധ്യമങ്ങളെ വേട്ടയാടുകയാണെന്ന് MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാരിന്റെ മാധ്യമവേട്ടയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നില്ലെന്നും ഗോവിന്ദൻ. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്ത് വിവരത്തിലെ പരാതിക്കാരോട് കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സത്യവാങ്മൂലം യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ടെന്ന് പരാതിപ്പെട്ടത് LDF-ഉം UDF-ഉം. വിവാദ സിനിമയായ കേരള സ്റ്റോറീസ് വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത. പ്രദർശനം വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി പ്രണയ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് പ്രദർശിപ്പിച്ചതെന്ന് വിശദീകരണം. മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷ തള്ളി. ഹർജി നൽകിയത് മകന് പരീക്ഷയുള്ളതിനാൽ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട്. ഹൈറിച്ച് കമ്പനി സാമ്പത്തിക തട്ടിപ്പ് കേസ് CBIക്ക് കൈമാറി സംസ്ഥാന സർക്കാർ. കൈമാറ്റം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനാണ് MS ധോണിയെന്ന് ഗൗതം ഗംഭീർ. വിദേശത്ത് പരമ്പര ആർക്കും നേടാം, എന്നാൽ ICC കിരീടങ്ങൾ സ്വന്തമാക്കുക എളുപ്പമുള്ള കാര്യമല്ലെന്നും ഗംഭീർ. കൂടുതൽ വാർത്തകൾക്കായി ETVbharat.com സന്ദർശിക്കുക.